വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മായാസ് പാരഡൈസ്. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിയായി വളർത്താവുന്നതും എവർഗ്രീനും പോപ്പുലറുമായ ഒരു ചെടിയാണ്. ഇതിനെ സ്പൈഡർ പ്ലാന്റ് അഥവാ റിബൺ പ്ലാന്റ് എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ ചിന്തേർ ചെടി എന്നും പറയും. വൈവിധ്യമാർന്ന രൂപങ്ങൾ കാരണം ഈ ചെടി ഏറ്റവും ജനപ്രിയമാണ്. ഇതിൻ്റെ ഇലകൾ നേർത്തതാണ്. വെള്ളയും പച്ചയും കലർന്ന നിറങ്ങളും ഇതിലുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റായും ഔട്ട്ഡോർ പ്ലാന്റായും വളർത്താം. ഇൻഡോറായി വളർത്തുമ്പോൾ ഈ ചെടിയെ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വയ്ക്കണം. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്ന ഒരു ചെടിയാണിത്. കുറഞ്ഞ വെളിച്ചത്തിലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും ഇതിന് അതിജീവിക്കാൻ സാധിക്കും. വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ ഇത് നന്നായി വളരും. പോട്ടിംഗ് മിക്സായി മണ്ണ്, മണല്, ചാണകപ്പൊടി, കൊക്കോപീറ്റ് എന്നിവ ചേർക്കാം. മണ്ണ് ഉണങ്ങിയ ശേഷം മാത്രം വെള്ളമൊഴിക്കുക. ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി ചെടിയാണ്. വളർത്തു മൃഗങ്ങളെ ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യവും ഈ ചെടിയിലില്ല. ഇത് വീട്ടിലെ ഏറ്റവും മികച്ച വായു ശുദ്ധീകരണ സസ്യങ്ങളിൽ ഒന്നാണ്. മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചെടിയും കൂടിയാണ്. പൂന്തോട്ട പരിപാലനത്തിന് വേണ്ടത്ര സമയമില്ലാത്ത ഏതൊരാൾക്കും അനുയോജ്യമായ ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഇത് നമ്മുടെ വീടിൻ്റെ അലങ്കാരത്തിന് മാറ്റുകൂട്ടുന്നു. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചെടികളുടെ ശേഖരങ്ങളിലേക്ക് ഒട്ടും സംശയം കൂടാതെ ഉൾപ്പെടുത്താവുന്ന ഒരു ചെടിയാണ് സ്പൈഡർ. ഇത് മണ്ണിലോ ചട്ടിയിലോ വെർട്ടിക്കൽ ഗാർഡനായോ ഹാങ്ങിങ് പോട്ടായോ നമുക്ക് വളർത്താവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. സോ ബൈ ഫ്രണ്ട്സ് for the time being. See you in the next video.